ഹിന്ദുവിനെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് ഹിന്ദുവിന്റെ രക്തം ഊറ്റിക്കുടിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ ഭഗവതി ക്ഷേത്ര ഭൂമിയിലേക്കും ആചാരങ്ങളിലേക്കുമുള്ള ഇടത് ജിഹാദി കടന്നുകയറ്റത്തിൽ മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ഒരു ധൂർത്തപുത്രനാണ്. ധൂർത്തപുത്രന്മാർക്കെതിരെ ശബ്ദിക്കേണ്ട സമയം അതിക്രമിച്ചു. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്ര ഭൂമിയിലേക്കും ആചാരങ്ങളിലേക്കുമുള്ള ഇടത് ജിഹാദി കടന്നുകയറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമത്തിലാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണങ്ങൾ ശക്തമായത്. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഭൂമി ഇന്ന് പുറംപോക്ക് ഭൂമി എന്നാണ് അധികാരികൾ ആക്കിയിട്ടുള്ളത്. ആ ഭൂമി അമ്മയുടെ പേരിലാക്കാൻ ഹൈന്ദവ ജനത കേഴേണ്ടി വരുന്ന അവസ്ഥയാണ്. ഭൂമി ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ ആളംപറമ്പിൽ കുഞ്ഞി മുഹമ്മദ് മകൻ ഖാദർ വക എന്നാക്കി മാറ്റി. തണ്ടപ്പേര് 0 എന്ന് കിടക്കുന്നു. ഇത് അബദ്ധമല്ല, ആസൂത്രിതമാണ് എന്നും ഈ യോഗത്തിൽ പ്രതികരണം വരുന്നു. ദേവസ്വത്തിനോട് ഹൈന്ദവ സംഘടനകൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടാണ് അപേക്ഷ വില്ലേജ് ഓഫീസിൽ എത്തിയത്. അമ്മയുടെ ഭൂമി കവർന്നെടുക്കാൻ കൂട്ടുനിന്നവർ ആരാണ് എന്നത് വെളിച്ചത്ത് വരണം. ഇത് ഉയർത്തിക്കൊണ്ടുവന്നവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഭഗവതിയുടെ ഭൂമി ഇന്നും പുറംപോക്കായി നിൽക്കുകയാണ്. ഹിന്ദുക്കൾ ഇനി ആരുടെ കാലാണ് പിടിക്കേണ്ടത്, ആരോടാണ് യാചിക്കേണ്ടത് എന്ന് ഹിന്ദു ഐക്യവേദി ചോദിക്കുന്നു. ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന ആസൂത്രിത ശ്രമങ്ങൾ ദേവസ്വത്തിന്റെയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന അന്നദാനം നിർത്തിച്ചു. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. വഖഫിന്റെ ആക്ടിന് മുനമ്പം വിധേയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ആളംപറമ്പിൽ കുഞ്ഞു മുഹമ്മദിന്റെ മകൻ ഖാദർ ഈ ഭൂമി വഖഫ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. വർഷങ്ങൾക്ക് ശേഷം അതും സംഭവിക്കാം. കൊടുങ്ങല്ലൂരിലെ ഭൂമിയിലും വഖഫിന്റെ അവകാശവാദം ഉയരാം. തണ്ടപ്പേര് മാറ്റാൻ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. ഇനിയും ദേവസ്വം ബോർഡും റവന്യൂ വകുപ്പും അത് ചെയ്തില്ല എങ്കിൽ ദേവസ്വം പ്രസിഡന്റ് ഈ മണ്ണിൽ കാലുകുത്തില്ല എന്നും ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പ് നൽകി. ഇനിയും ഹിന്ദു സമൂഹത്തിന്റെ ക്ഷമ പരീക്ഷിക്കരുത്. തലപ്പള്ളിയിലെ 20ഓളം കുടുംബങ്ങൾക്ക് ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നു. ജമാഅത്തെ കമ്മിറ്റിക്കാരുടെ പരാതിയിലാണ് നോട്ടീസ്. നാളെ കൊച്ചിൻ കൊടുങ്ങല്ലൂർ ദേവസ്വം ബോർഡിന് നോട്ടീസ് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നും കൊടുങ്ങല്ലൂരിലെ ഭൂമി സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിനെ ആശ്രയിച്ച് മുന്നോട്ടു പോയാൽ കാര്യമുണ്ടാകില്ല എന്നും അഭിപ്രായങ്ങൾ ഉയരുകയാണ്. കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളുടെയും ചരിത്രത്തിൽ ദേവസ്വത്തിന്റെ സ്ഥലം സംരക്ഷിച്ചതായോ നിലനിർത്തിയതായോ തിരിച്ചെടുത്തതായോ കാണാനാകില്ല. തിരുവനന്തപുരം പാളയത്തൊരു ശാസ്താ ക്ഷേത്രമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് മിച്ചമുള്ളത് എത്രയാണ് എന്ന് ഹിന്ദു ഐക്യവേദി ചോദ്യമുന്നയിച്ചു. എവിടെ പോയി ബാക്കി സ്ഥലം എന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മറുപടിയില്ല. മൂർക്കനാട് ക്ഷേത്രഭൂമി സംരക്ഷിക്കാൻ മുന്നോട്ട് വന്ന 70 പേർക്കെതിരെ കേസ്. കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ ഭൂമി വിഷയത്തിൽ ഹിന്ദു സംഘടനകളാണ് പ്രതിഷേധമുയർത്തിയത്. മലബാർ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിച്ചിട്ടില്ല. പന്തല്ലൂരിൽ ക്ഷേത്രഭൂമിയായ 900 ഏക്കർ ഭൂമി മലയാള മനോരമ കൈയടക്കി വെച്ചിരുന്നു. ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അത് തിരികെ നൽകേണ്ടി വരികയും ചെയ്തു. രക്തം ഊറ്റിക്കുടിക്കുന്ന അട്ടയാണ് ദേവസ്വം ബോർഡ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം നടക്കുന്ന ഉദയാസ്തമന പൂജ വേണ്ട എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. വഴിപാടുകൾ മാറ്റിവെക്കുന്നു. ഇതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഹിന്ദു ഐക്യവേദി ചോദിക്കുന്നു. ഒറ്റരാശി പ്രയോഗത്തിലൂടെയാണ് ദേവപ്രശ്നം വെച്ചത് എന്നാണ് പറയുന്നത്. തിരക്ക് കുറയ്ക്കാൻ എന്നാണ് കാരണങ്ങൾ. ഉദയാസ്തമന പൂജ നടത്തിയാൽ 5 തവണ നട അടച്ചു തുറക്കേണ്ടി വരും എന്നാണ് ന്യായം. അങ്ങനെയെങ്കിൽ നാളെ എല്ലാ പൂജയും വേണ്ടെന്ന് വെക്കേണ്ടി വരുമല്ലോ എന്നും ഹിന്ദു ഐക്യവേദി സംശയമുന്നയിച്ചു. ധൂർത്തനായ പുത്രൻ മാത്രമല്ല, ഹിന്ദു സമൂഹത്തിന്റെ കാലിലെ മന്താണ് ദേവസ്വം ബോർഡ്. ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എന്നും പ്രതിഷേധ സംഗമത്തിൽ ഉന്നയിക്കപ്പെട്ടു. ദേവസ്വം ബോർഡിനെ വിശ്വസിച്ച് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ഹിന്ദു സമൂഹത്തിന് കഴിയില്ല. അമ്പലം ഉഴുതുമറിച്ച് കപ്പ നടണമെന്നും ക്ഷേത്രത്തിലെ വിഗ്രഹം വെറും കല്ലാണെന്നും വിഗ്രഹങ്ങൾ തകർക്കണമെന്നും പറഞ്ഞ് നിരീശ്വരവാദത്തിന്റെ മുദ്രാവാക്യം മുഴക്കിയവരാണ് അവർ. അത് വിജയിക്കാതെ വന്നപ്പോൾ ക്ഷേത്ര കമ്മിറ്റികളിൽ നുഴഞ്ഞു കയറുകയാണ്. കൊടുങ്ങല്ലൂരിലും അത് തന്നെയാണ് സംഭവിച്ചത്. എക്സിക്യൂട്ടീവ് ഓഫീസർ AKG സെന്ററിലെ ഉത്തരവ് നടപ്പാക്കുന്നു. വടക്കുംനാഥനിലും തൃപ്രയാറുമൊക്കെ ഉത്തരവ് നടപ്പാക്കുന്നു. ശബരിമല യുവതി പ്രവേശനത്തിൽ ദേവസ്വം ബോർഡ് നൽകിയ സത്യവാങ്മൂലം സമ്മേളനത്തിൽ സൂചിപ്പിക്കപ്പെട്ടു. ശബരിമലയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ഹൈന്ദവ സംഘടനകളെ മുഴുവൻ പുറത്താക്കി. ഗുരുവായൂരിൽ തിരക്ക് പറഞ്ഞ് ഉദയാസ്തമന പൂജ മാറ്റുന്നു. ശബരിമലയിൽ തിരക്കാണെന്ന് പറഞ്ഞ് സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കി. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാണ്. ക്ഷേത്രഭൂമികൾ കയ്യേറുന്നു. കേരളത്തിൽ ഹൈന്ദവ സംഘടനകളുടെ വിമോചന സമരം തുടങ്ങാൻ സമയമായി. അതിന്റെ ഞാണൊലിയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഉയരുന്നത് എന്നും ഇനിയും കണ്ണും കൈയും കെട്ടിനോക്കിയിരുന്നാൽ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും ഉണ്ടാകാത്ത അവസ്ഥയാകുമെന്നും എല്ലാ ക്ഷേത്രങ്ങളും വഖഫ് ഭൂമിയും ജിഹാദികളുടെ സ്വന്തവുമായി മാറുമെന്നും സൂചനകൾ നൽകി സമ്മേളനം അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.